മുജാഹിദുകൾ കൂടി അഭിനയിച്ചാണ്. അപ്പൊ ഞാനും വിചാരിച്ചു, പടച്ചോനെ ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? കാരണം നമ്മൾ അഭിനയിച്ചാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ എറണാകുളത്തേരെ മുഴുവൻ അപ്പുറയിപ്പുണ്ട്. ആ കൂട്ടത്തിൽ എറണാകുളത്തേരെ മുഴുവൻ അപ്പുറയിപ്പുണ്ട്. അപ്പൊ സമാധാനമായി. കാരണം എന്ന് വെച്ചാൽ വേണ്ടപ്പെട്ട ആളെ കൂട്ടത്തിലുണ്ട് അല്ലേ? കാര്യം ജനങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇക്കോലത്തിലൊരു ദുആ കൊല്ലങ്ങളായി മുസ്ലിമായിട്ട് ഈ കോലത്തിലൊരു ദുആ നിങ്ങൾ ആലോചിക്കണം. ഓരോന്ന് ദീനിന്റെ കൊണ്ടുവരിക. എന്നിട്ട് നബി വെറുത്ത കാര്യം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറയാമെന്ന് നബിയെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഖൗമ്, എന്നിട്ട് ഹുബ്ബുർ റസൂൽ എന്നതിന് പേരിട്ട് കൊടുക്കുന്നു. നബി സ്നേഹമെന്ന്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരാധിച്ച ക്രൈസ്തവർ ഇവിടെയുണ്ട്. മുഹമ്മദ് വന്നിട്ട് പറഞ്ഞു പറ്റില്ല, പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം, ആരാധന അല്ലാഹുവിന് മാത്രം. അതിനുവേണ്ടി പ്രവാചകൻ പല്ല് കൊടുത്തു, വെട്ടേറ്റു, പട്ടിണി കിടന്നു. എന്തിനാ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ, അള്ളാഹുവിന് മാത്രം ആരാധന സമർപ്പിക്കണമെന്ന് പറയാൻ, പ്രാർത്ഥന പടച്ചവന് മാത്രമെന്ന് പറയാൻ. എന്നിട്ട് പ്രവാചകന്റെ പേര് വാദിച്ച്, പ്രവാചകന്റെ അനുയായികളാണെന്ന് വായിച്ച്, ഹുബ്ബുർ റസൂൽ എന്ന പേര് വെച്ച് നബിയോട് പ്രാർത്ഥിക്കുന്ന ഒരു സമുദായമായി, നബിയോട് ദുആ ചെയ്യുന്ന ഒരു സമുദായമായി ഈ ഉമ്മത്തിനെ മാറ്റുകയാണ് പൗരോഹിത്യം. ഇതിനെതിരെയാണ് ഇസ്ലാഹി പ്രസ്ഥാനമുള്ളത്. ഇതിനെതിരെയാണ് ഇസ്ലാഹി പ്രസ്ഥാനമുള്ളത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം, മനസ്സിലാക്കാൻ തയ്യാറാകണം. ഈ പ്രസ്ഥാനം കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് പറയുന്നൊരു പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ പുക്കുറ്റി ആക്കിയരെ. നിങ്ങൾ ആലോചിക്കണം. പേടിച്ചിട്ട് കുറെയൊക്കെ ഉപേക്ഷിക്കും, എന്നാൽ തന്നെ വാശിക്കപ്പുറം ചെയ്യും. വാശിക്കപ്പുറയെങ്കിലും പേടിച്ചിട്ട് കുറെ ഉപേക്ഷിക്കും അല്ലെ? ഈ കോലത്തിൽ സഹോദരങ്ങൾ ഒന്നൊന്നായി ദീനിന്റെ പേര് തട്ടിപ്പ് നടത്തുക, കൊള്ളലാഭം ഉണ്ടാക്കുക, കരിഞ്ചന്ത നടത്തുക. ഇനി ഞാൻ അവസാനമായിട്ട് പറയാം. എന്താണെന്നറിയോ? ഇവിടെ ഞാൻ വന്നപ്പോ ഒരു നോട്ടീസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടാ വന്നത്. കുറച്ചേരായി കുട്ടമ്പൂര് പ്രസംഗം കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിക്കുന്നത് കാണില്ലല്ലോ. മൈബാഗ് വിളിച്ചപ്പോ കണ്ടു. എന്താ അറിയോ? അതെ, ഈ മൗലിദുമൊക്കെ മുജാഹിദുകളും പണ്ട് നടത്തിയിട്ടില്ലേ? രണ്ട് തട്ടിപ്പാ ഇവർ നടത്തുന്നത്. ഒന്നെന്താ അറിയോ? ഇപ്പൊ മുജാഹിദുകളും മൗലിദ് നടത്താൻ തുടങ്ങി, മാല നടത്താൻ തുടങ്ങി. ഒന്ന് ഉമർമാല, മുജാഹിദുകൾക്ക് ഉമർമാലയുണ്ടോ? ഇവർ മൗലിദിനെ എന്തിനു എതിർക്കണം? ഉമർ മൗലിദുണ്ടോ? ഉമർ മൗലിദൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അങ്ങനെ തട്ടിപ്പ് നടത്തുന്നത്. എന്താ സംഭവിച്ചെന്നറിയോ? ഉമർ മൗലവി മരിച്ചു കഴിഞ്ഞപ്പോ ഉമർ മൗലവിയെ കുറിച്ച് ആരും ഒരു കവിത എഴുതി ഇസ്ലാഹില്. അതിൽ കുറെ അബദ്ധജടിലമായ വാദങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ എതിർത്താണ്, തിരുത്തിയതുമാണ്. എന്നിട്ട് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഉമർമാല എന്ന് പറഞ്ഞ് കൊണ്ടാണ്. കാര്യം എന്താ? ഉമർ മൗലവി മരിച്ചതിന് ശേഷം എഴുതിയതല്ലേ? അതാണ് ഉമർ മൗലിദ്. അവസാനം നമ്മൾ നോക്കുമ്പോ ഇവർ മൗലിദ് കൊണ്ട് കയ്യോ കളി. അതെന്താ? തകഴി മരിച്ചപ്പോ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. പാട്ട് എഴുതിയിട്ടുണ്ട്, ഗദ്യം എഴുതിയിട്ടുണ്ട്, പദ്യം എഴുതിയിട്ടുണ്ട്. തകഴിമാല സംഗതി അതൊന്നുമല്ല. ഉമർ മൗലവി ജീവിച്ചിരുന്നപ്പോ മുസ്ലിയാക്കന്മാർക്ക് ആകെ ഇടങ്ങേറാണ്. ഉമർ മൗലവി മരിച്ചപ്പോ മൂപ്പര് മൗലിദ് ഉണ്ട് എന്ന് പറഞ്ഞാല് അത് ചെല്ലിട്ട് 50 രൂപ കിട്ടുമോ നോക്കിയതാ. പക്ഷെ മുജാഹിദിനോടാ പറഞ്ഞത്, നടന്നില്ല. ഉമർമാരുണ്ട്, ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ അവൻ ചെല്ലാൻ പോയിട്ട് 50 രൂപ കിട്ടിയാലതായില്ലേ എന്ന് വിചാരിച്ച് പറഞ്ഞു നോക്കിയത്. സംഗതി നടന്നില്ല. അതായത് അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ എന്താ? കെ മൗലവി കൊണ്ട് നടത്തിയില്ലേ? അതുപോലെ തന്നെ അൽ ഇർഷാദിൽ അങ്ങനെ എഴുതിയില്ലേ, ഇങ്ങനെ എഴുതിയില്ലേ? കെ മൗലവി മാത്രല്ല, ഞങ്ങളൊക്കെ നടത്തിയതാ. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുജാഹിദ് പ്രവർത്തനം നടത്തി നടന്നതാ. എന്ത്? ഈ മാലയും മൗലിദൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് മാറല് അല്ലെ? ആദ്യം കെ മൗലവിയൊക്കെ പ്രവർത്തിക്കുമ്പോ അവർക്ക് മൗലിദിൽ പിഴവുകളുണ്ട് എന്ന് മനസ്സിലായി. കാരണം നേരത്തെ പറഞ്ഞ കഥകളും കള്ളക്കഥകളും ഒക്കെ ഉണ്ട്, അവര് മനസ്സിലായി. അതുകൊണ്ട് മൗലിദ് പേടിച്ചു. എന്നിട്ട് എന്തെടുത്തു? പകരം എന്താക്കി? നബിദിന ആഘോഷം. അത് തെറ്റാന്ന് അവർ മനസ്സിലാക്കിയില്ല. എന്ന് മാത്രല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കള്ളക്കഥ എന്ന് പറഞ്ഞ മാലകളും മൗലിദൊക്കെ പാടുന്നതിന് പകരം എന്തെടുത്തെന്നറിയോ? അതിന് പകരമായിക്കൊണ്ട് ഈ വാദുകളും നബിയുടെ പ്രശംസകൾ പറയുന്ന പ്രസംഗങ്ങളും ഒക്കെ വഹിച്ചു. അങ്ങനെ പിന്നെ പരിപാടി മാറ്റിയത്. അത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള മൗലിദാഘോഷം ഈ വർഷം റബീഉൽ അവ്വൽ 12 ഭംഗിയായി കഴിഞ്ഞുകൂടി എന്ന വിവരം സംഘം സസന്തോഷം അറിയിക്കുന്നു. ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട സുദിനത്തിൽ കൂടി വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബിയുടെ ജനനം, ബാല്യം, മതപ്രചരണം, സ്വഭാവ വൈശിഷ്ട്യം, ഇങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാരും സംസാരിച്ചു. ഉണ്ടോ? അവ ഈ കള്ളക്കഥയുടെ മൗലിദ് അത് നിനക്ക് അത് ഒഴിവാക്കുക. പക്ഷെ അവർക്ക് നബിദിനം അപ്പോഴും തെറ്റാന്ന് മനസ്സിലായില്ല. കാര്യം ഇവരൊക്കെ ഷാഫി മദ്ഹബിൽ പഠിച്ച മുസ്ലിയാക്കന്മാരാണ്. കെ മൗലവി അറിയോ? കെ മൗലവി മുസ്ലിയാരാ, ഒന്നാം തരം മുസ്ലിയാരാണ്. അവിടുന്ന് പഠിച്ചു വന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ വന്നപ്പോ ആദ്യഘട്ടത്തിൽ ഇപ്പൊ ഞങ്ങൾ മുസ്ലിയാക്കന്മാരായിരുന്നില്ലേ?
അപ്പൊ ഞങ്ങൾ മാലയും മൗലൂദൊക്കെ ശരിയാന്ന് വിചാരിച്ച് ഞങ്ങളെ കൊണ്ട് ചെല്ലിക്കും മുസ്ലിയാക്കന്മാർ. മാത്രമല്ല എണ്ണ തീരുമ്പോ സോപ്പ് തീരുമ്പോ വേറെ മാർഗ്ഗമൊന്നുമില്ല. അന്ന് ദർസി പഠിക്കുന്ന കാലത്ത് എണ്ണ വാങ്ങണമെങ്കിൽ സോപ്പ് വാങ്ങണമെങ്കിൽ മൗലൂദ് പാടണം, അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പോലും. മനസ്സിലായില്ലേ? കാര്യം ഒരാൾ മരിച്ച പിന്നെ പെൻഷൻ കിട്ടൂലേ? ആണ്ടോടാണ്ട് ഖത്തം, അപ്പൊ പെൻഷൻ കിട്ടും. മനസ്സിലായില്ലേ? 3, 4, 3, 7, 40 ആണ്ട് ഒക്കെ കിട്ടും. അപ്പൊ അടച്ചവന് സോപ്പ് എണ്ണയൊക്കെ തീർന്നു, ആരും മരിക്കണില്ലല്ലോ. കിളവന്മാരൊക്കെ രാവിലെ സുബൈക്ക് വരച്ച് പള്ളി വരും. കുറെ കാലമായി മരിച്ചൊരു കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടോ? ശവപ്പെട്ടി കച്ചവടക്കാരുടെ പരിസ്ഥിതി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇത് ദർസി പഠിക്കുന്ന ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഫോൺ വരും, മുസ്ലിയാക്കന്മാർക്ക് എന്താ കുട്ടിക്ക് സുഖമില്ല. പടച്ചോനെ ആരെങ്കിലും ഒന്നും അടിയായിരുന്നെങ്കിൽ ഡോക്ടറെ കാണാൻ പോണെങ്കിൽ 50 രൂപ കൊടുക്കണം. സാധുവിന്റെ ഉണ്ടാവില്ല, ആരും 750 രൂപ ശമ്പളം കൊടുക്കുമല്ലോ. 750 രൂപ ശമ്പളം കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഈ സമുദായത്തിന് ഉത്തരവാദിത്വമുണ്ട് അല്ലേ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കോടികൾ ലക്ഷങ്ങൾ മനസ്സിലാക്കുന്ന മുസ്ലിയാക്കന്മാരും കൂടെ 50 രൂപ കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അങ്ങനെയുണ്ട്. ആർത്തി മൂത്ത് പരാജയവരും ഉണ്ട് കൂട്ടത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ഈ ജാതി തട്ടിപ്പ് നടക്കുന്നുണ്ട്. കേമോലും മുസ്ലിയാരായിരുന്നു, ഞങ്ങളൊക്കെ മുസ്ലിയാക്കന്മാരായിരുന്നു. തെറ്റാണ് എന്ന് മനസ്സിലായി, കുറ്റകരമാണെന്ന് മനസ്സിലായപ്പോ മാറി. അങ്ങനെയാണ് മാറിയത്. അങ്ങനെ മുജാഹിദ് മാറിയത്, അങ്ങനെ മുജാഹിദ് സ്ഥാനം ഉണ്ടായത്. അല്ലാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേമോലും നടത്തിയ ഞങ്ങൾ പിന്നെ കാലാകാലം നടത്തിക്കൊള്ളണം. ഒരാളൊരു തെറ്റ് ചെയ്താൽ അത് ഇന്ന നേതാവ് ചെയ്ത് ഞങ്ങൾ കാലാകാലം നടത്തിക്കൊള്ളണം, അങ്ങനെയില്ല. ഖുർആൻ ഹദീസ് അത് പ്രമാണബദ്ധമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട അപ്പ തിരുത്തും. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ഇന്നുണ്ട് നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ ഇന്ന് തിരുത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഞങ്ങൾക്ക് ഖുർആനും ഹദീസും തെളിവ് വേണം, പ്രാമാണികമായ തെളിവ് വേണം. അല്ലാതെ നബിനത്തിന് തെളിവെന്താ? അത് മറ്റൊന്നല്ല. അബൂലഹബ് ഒരു കൂൾ ഡ്രിങ്ക്സ് കിട്ടി. എവിടെ കൂൾ ഡ്രിങ്ക്സ് കിട്ടി? എവിടെ? നരകത്തിലെ കൂൾ ഡ്രിങ്ക്സ്. നരകത്തിൽ കൂൾ ഡ്രിങ്ക്സ് അതെന്ത് കൂൾ ഡ്രിങ്ക്സാ? അത് കൂൾ ഡ്രിങ്ക്സാ ഉണ്ടോ? തെളിവ് പറയാ. ബുഖാരി ധരിക്കുന്നുണ്ട്. ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. ചില ആൾക്കാർ ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. ഹദീസല്ല, നേരെ മറിച്ച് ഉർവ എന്ന് പറഞ്ഞിട്ടൊരു അസറുണ്ട്. ആ അസർ മുർസലാണ്. ഇബ്നു ഹജർ ഫത്തുൽ ബാരി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വലിയ തെളിവാ. എന്ത്? അബൂലഹബിന് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്. നബിദിനത്തിന് തെളിവ് പറയാ. ഈ ജാതി തെളിവല്ല. അല്ലാഹുവിന്റെ ഖുർആൻ, പ്രവാചകന്റെ ഹദീസ് നേർക്ക് നേരെ എത്തിച്ചാൽ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ദുർവാശയില്ല. ഇന്ന് വരെ ചെയ്തൊരു കാര്യം നാളെ തിരുത്തി കളയും. കാര്യം എന്താ? ഒരു കാര്യം തെറ്റാണ് മനസ്സിലായാൽ അത് പിന്നെ പിന്തുടരേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ സംഘടിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്, പരലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. അവിടെ തെറ്റല്ല വേണ്ടത്, കുറ്റങ്ങളല്ല വേണ്ടത്, പാപങ്ങളല്ല വേണ്ടത്, നന്മകളാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകനെ സ്നേഹിക്കാതെ മുസ്ലിം ആകാൻ സാധ്യമല്ല. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളല്ല. സലാത്തിന്റെ പേര് പറഞ്ഞ്, ഹുബ്ബുർ റസൂലിന്റെ പേര് പറഞ്ഞ്, മൗലിദിന്റെ പേര് പറഞ്ഞ്, അതുപോലെ തന്നെ സലാത്ത് നഗറുകളുടെ പേര് പറഞ്ഞ് സാധുക്കളായ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ പരിപാടിക്കല്ല ഹുബ്ബുർ റസൂൽ, പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്രവാചക സ്നേഹം എന്ത് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു തന്നു. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ ചര്യകളെ ആര് സ്നേഹിച്ചുവോ അവൻ എന്നെ സ്നേഹിച്ചു പോയി. അവനാണ് ഹുബ്ബുർ റസൂൽ പാലിച്ചത്, പ്രവാചക സ്നേഹം നിലനിർത്തിയത്. അതുകൊണ്ട് മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്റെ ചര്യകളെ സ്നേഹിച്ച് ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരവസ്ഥ എത്തിയാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പഠിക്കാൻ തയ്യാറാകണം. പ്രവാചകന്റെ മാതൃക എന്തെന്ന് പഠിക്കാൻ തയ്യാറാകണം. പ്രവാചകന്റെ മാതൃക യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ പിന്തുടരാൻ തയ്യാറാകണം. അതിനുവേണ്ടി വാദിക്കണം, അതിനുവേണ്ടി വാശി പിടിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. ജീവിതാവസാനം വരെ പ്രവാചകന്റെ ചര്യയ്ക്ക് വേണ്ടി നിലകൊള്ളണം, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അത് ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ എല്ലാ നിലക്കും ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കബറന്മാരുടെ കബറുകളിൽ നിന്ന് അള്ളാഹു ഈ മതത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും, തോന്നിവാസങ്ങളിൽ നിന്നും, ദുർനടപ്പുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അള്ളാഹു പൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രവാചകന്റെ അനുയായികളായി ഇഹത്തിലും പരത്തിലും നിലകൊള്ളാനുള്ള തൗഫീക്ക് നൽകി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള തൗഫീക്ക് നൽകി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.